കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തവും പുകപടരലും ഒപ്പം തന്നെ 4 മരണം സംഭവിച്ചത് അത് ആ സാഹചര്യങ്ങൾ കൊണ്ട് മരണം സംഭവിച്ചതെന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിയാകും ഈ സംഘമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇന്നലെ മരിച്ച മുഴുവൻ പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. പുക പടരാൻ കാരണം ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിയിലെ തകരാറോ ആകാമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ UPS-ഉമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. അപ്പോൾ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റേതായിട്ട് അവർ നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഒരു അപകടം നടന്നിട്ട് മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അപകട കാരണം എന്താണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം, അല്ലെങ്കിൽ ബാറ്ററിയിലെ തകരാറാകാം എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അപ്പോൾ ഇനി അത് കണ്ടെത്താനായി ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത്? അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മരണകാരണം എന്താണ് എന്നതിൽ എപ്പോഴൊരു വ്യക്തത വരും? തീർച്ചയായും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അപകടമാണ് നടന്നത്. ജനങ്ങൾ രോഗികൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടുന്ന ഒരു സ്ഥിതി. വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന 3 പേരടക്കം 4 പേരാണ് മരണപ്പെട്ടിരുന്നത്. ഇവരുടെ ഈ മരണത്തിൽ സംശയം തുടർന്ന് പോസ്റ്റ്മോർട്ടം ഏതായാലും പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. അതായത് സമഗ്രമായൊരു അന്വേഷണത്തിന് തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ്. മറ്റ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പാനൽ രൂപീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടന്നുവരുന്നത്. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ ഏതായാലും ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ്. ഈ അപകട കാരണം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ഒരു പരിശോധന നടത്തിയാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഈ അപകടത്തിന് കാരണമായത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ടാണ്, അല്ലെങ്കിൽ UPS ബാറ്ററിയുടെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. 18ഓളം ബാറ്ററികളാണ് ഉള്ളത്. ഇതിൽ വളരെ ചുരുക്കം 1-2 ഒഴികെ ബാക്കി പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയിലാണ്. അതായത് അത്രയും ഗുരുതരമായൊരു വീഴ്ച തന്നെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. മലബാറിൻ്റെ ഒരു ആശ്രയ കേന്ദ്രമാണ് ആതുര സേവന രംഗത്ത് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്ത, അതായത് UPS ബാറ്ററികളിൽ ഭൂരിഭാഗവും കത്തി നശിച്ചു എന്നുള്ളതാണ്. പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ആ വിധത്തിലാണ് നൽകിയിട്ടുള്ളത്. 151 രോഗികളാണ് അപകട സമയത്ത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. ശരി രാഹുൽ, എന്തായാലും അവിടെ പരിശോധനകൾ നടക്കുന്നു. വേഗത്തിൽ ഇടപെടൽ